ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വൈറലായിട്ടുള്ള ഒരു നിയമസഭാ പ്രസംഗമാണല്ലോ ഇത്. അതേ പ്രസംഗം ഇപ്പോൾ എന്തായാലും മന്ത്രിക്ക് തിരിച്ചടിക്കുകയാണ്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കപ്പൽ ഇപ്പോൾ ആടി ഉലയുക തന്നെയാണ്. ജില്ലയിൽ നിന്നുള്ള ചെറുതും വലുതുമായിട്ടുള്ള CPM നേതാക്കൾ പ്രത്യക്ഷമായും പരോക്ഷമായും തന്നെയാണ് മന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നത്. ഇത്രയും നാളും അടുക്കി വെച്ചിരുന്ന ഒരു അമർഷം മുഴുവനും പുറത്തേക്ക് ഒഴുകുക തന്നെയാണ്. അടിമകളായ സഖാക്കൾ ഇതിനെ പ്രതിരോധിക്കാൻ സജീവമായി രംഗത്തുണ്ടെങ്കിലും ജില്ലാ നേതൃത്വം അടക്കം വീണയ്ക്ക് എതിരാണ്. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഷെയർ ചെയ്ത റീൽസ് പോലും മന്ത്രിക്ക് എതിരാണെന്നുള്ള വരികൾക്കിടയിലൂടെ തന്നെ വായിച്ചാൽ മനസ്സിലാകും. CPM ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ PJ ജോൺസൺ ആണ് ഇത് തുടങ്ങിവെച്ചത്. പിന്നാലെ ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N രാജീവും CPM മോദറ ലോക്കൽ കമ്മിറ്റി അംഗം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ രാഹുൽ രാജും തുടർ വിമർശനങ്ങളുമായിട്ട് എത്തി. മന്ത്രി പോയിട്ടും MLA ആയിട്ട് ഇരിക്കാൻ പോലും അർഹതയില്ല എന്നും കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്നുമാണ് ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ PJ ജോൺസന്റെ പോസ്റ്റിലുള്ളത്. SFI മുൻ ജില്ലാ പ്രസിഡന്റാണ് ജോൺസൺ. SFI DYFI പ്രവർത്തകനായിരിക്കെ രാഷ്ട്രീയ എതിരാളികളിലും പോലീസിൽ നിന്നും നിരവധി തവണ മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരു പ്രവർത്തകനാണ് ഇദ്ദേഹം. ഇടക്കാലത്ത് പാർട്ടിയിൽ നിന്നും അകന്നെങ്കിലും വീണ്ടും CPM ൽ പ്രവർത്തിച്ച് ലോക്കൽ കമ്മിറ്റി അംഗമായി. വീണ ജോർജിനെ പരോക്ഷമായിട്ട് പരിഹസിച്ച് സസ്പെൻഷനിലുള്ള പത്തനംതിട്ട CWC ചെയർമാനും ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് N രാജീവും ആരോഗ്യമന്ത്രിയെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന് കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെ താൻ പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെയാണെങ്കിലോ ചോദ്യങ്ങളിൽ നിന്നാണ് എന്നാണ് രാജീവിന്റെ പരിഹാസം. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയതിനെയാണ് രാജീവ് പരിഹസിക്കുന്നത്. പോക്സോ കേസ് പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകന് വേണ്ടിയിട്ട് അട്ടിമറി നടത്താനും അതിജീവിതയെ സ്വാധീനിക്കാനും വേണ്ടി ശ്രമിച്ചുവെന്നും ആരോപിച്ചാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ രാജീവിനെ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്. വീണ മാഡം, സഖാവി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. താഴെത്തട്ടിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് പേരുടെ പ്രതിനിധിയായി നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള വിയോജനം രേഖപ്പെടുത്തുമെന്ന് CPM ഓദ്ര ലോക്കൽ കമ്മിറ്റി അംഗവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ രാഹുൽ രാജീവിന്റെ FB പോസ്റ്റ്. CWC ഉത്തരവാദിത്വം കൂടിയുള്ള മന്ത്രി എന്ന നിലയിൽ സത്യം പുറത്തു വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് പോസ്റ്റ് തുടർന്ന് പറയുന്നു. അഡ്വക്കേറ്റ് N രാജീവിന്റെ സസ്പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശമാണിത്. വ്യാഴാഴ്ച വൈകിട്ടാണ് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഒരു റീൽ തന്റെ FB പ്രൊഫൈലിൽ പങ്കുവച്ചത്. 1.5 വർഷം മുൻപ് ഗവർണർക്കെതിരെ നടന്ന സമരത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ തൃശൂരിലെ SFI നേതാവ് സാന്ദ്ര ബോസിനെ പുകഴ്ത്തിയുള്ള ഒരു വീഡിയോയിലെ വാചകങ്ങൾ പരോക്ഷമായി തന്നെ മന്ത്രിക്കുള്ള കൊട്ടായി വിലയിരുത്തപ്പെട്ടു. കൗതുകം തോന്നുന്ന പോസ്റ്റുകൾ താൻ ഷെയർ ചെയ്യാറുണ്ടെന്നും മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ രാജു എബ്രഹാമിന്റെ മറുപടി: കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായതിനെ തുടർന്ന് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് CPM പ്രവർത്തകരെ അടക്കം പ്രകോപിച്ചത്. നേതാക്കളുടെ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികരിച്ചും നിരവധി കമന്റുകളും പാർട്ടി പ്രവർത്തകരും അനുകൂലികളും എതിർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്.